കാലവർഷം എത്തും മുമ്പേ ആലപ്പുഴയുടെ തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി. ശക്തമായ കടലാക്രമണത്തിൽ പുന്നപ്രയിൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിലാണ്. കടലാക്രമണം ഇനിയും ശക്തമായാൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിലംപൊത്തുമെന്ന ആശങ്കയിലാണ് തീരവാസികൾ. അമ്പലപ്പുഴയിൽ കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് അടിച്ചുകയറി 3 വീടുകൾ തകർന്നു. ആലപ്പുഴയുടെ തെക്കൻ തീരദേശ മേഖലകളായ പുന്നപ്ര, അമ്പലപ്പുഴ, പുറക്കാട്, വണ്ടാനം എന്നിവിടങ്ങളിൽ ശനിയാഴ്ച മുതൽ കടലാക്രമണം ശക്തമാണ്. 10 മീറ്ററോളം കടൽ കിഴക്കോട്ടിരിച്ചു കയറിയതോടെ പുന്നപ്രയിലെ ഫിഷ് ലാൻഡിംഗ് സെന്റർ അപകടാവസ്ഥയിലായി. ഇവിടെ സ്ഥാപിച്ചിരുന്ന ഹൈമാസ് ലൈറ്റും നിലംപൊത്തുന്ന അവസ്ഥയിലാണ്. 1986 നിർമ്മിച്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ ഹാർബറായി ഉയർത്തണമെന്ന് മത്സ്യത്തൊഴിലാളികൾ വർഷങ്ങളായി ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യത്തോട് അധികൃതർ കണ്ണടച്ചതോടെ ഫിഷ് ലാൻഡിംഗ് സെന്റർ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രയോജനപ്പെടാത്ത അവസ്ഥയായി. കഴിഞ്ഞ 8 വർഷമായി ഫിഷ് ലാൻഡിംഗ് സെന്റർ പ്രവർത്തനരഹിതമാണ്. കടലാക്രമണം തുടർന്നാൽ ഫിഷ് ലാൻഡിംഗ് സെന്റർ നിലംപൊത്തുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. എല്ലാ കാലത്തും ഈ മൺസൂൺ കാലം വരുന്ന സമയത്ത് കടൽക്ഷോഭത്തിന് ഭീഷണി നേരിടുന്ന ഒരു പ്രദേശമാണ് പുന്നപ്ര. അത് പുന്നപ്രയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഏക ആശ്രയമായിരുന്ന പുന്നപ്ര ഫിഷ് ലാൻഡ് ഈ വർഷത്തെ കടൽക്ഷോഭത്തിൽ ഈ കാണുന്ന നമ്മുടെ ഹൈമാക്സ് ലൈറ്റ് അത് തോട്ടപ്പള്ളി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൻ്റെ കീഴിലാണ്. അത് പോകും എന്നുള്ള ഭീഷണിയിലാണ്. ഫിഷ് ലാൻഡിൻ്റെ ഏതാണ്ട് 1.5 കിലോമീറ്റർ പടിഞ്ഞാറ് വരുന്ന കടൽ ഫിഷ് ലാൻഡിൻ്റെ ഫ്ലാറ്റ് ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മീറ്ററോളം കടലിൽ പോയി കഴിഞ്ഞു. ഇനി ഏകദേശം ഒരു 5 മീറ്ററോടെ കിഴക്കോട്ട് വന്നാൽ ഫിഷ് ലാൻഡ് പൂർണ്ണമായിട്ട് പോകുന്നൊരവസ്ഥയാണ്. ഈ ഫിഷ് ലാൻഡിനെ ഹാർബറായി ഉയർത്തണം. കാരണം ഹാർബറായി ഉയർത്തുവാൻ വേണ്ടിയിട്ട് ഭൗതിക സാഹചര്യങ്ങൾ മുഴുവൻ നിലവിൽ ഫിഷ് ലാൻഡിലുണ്ട്. പിന്നെ കടലിൽ ബ്രേക്ക് വാട്ടർ സ്ഥാപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ബ്രേക്ക് വാട്ടർ സ്ഥാപിക്കാനുള്ള പണമാണ് ഗവൺമെൻറ് കണ്ടെത്തേണ്ടത്. ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഗവൺമെൻറ് സത്വരമായ നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമ്പലപ്പുഴയിലും കടൽ പ്രക്ഷുബ്ധമാണ്. കൂറ്റൻ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറി 3 വീടുകൾ തകർന്നു. ശനിയാഴ്ച മുതൽ ഇവിടങ്ങളിൽ കടലാക്രമണം ശക്തമാണ്. ജനം, ആലപ്പുഴ.